ശബരിമല വരുമാനത്തിൽ 20 കോടി രൂപയുടെ കുറവുണ്ടായെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കാണിക്കയിടരുതെന്ന പ്രചാരണം ഇതിന് കാരണമായിട്ടുണ്ടാകാം. തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. 134 കോടി 44 ലക്ഷത്തി 90,495 495 ഈ വർഷത്തെ നമ്മുടെ ആകെ വരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 154 കോടി 77 ലക്ഷത്തി 97,500. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ 20 കോടിയിൽ സംതിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ പ്രാവശ്യം കുറഞ്ഞു, 1.5 ലക്ഷത്തോളം കുറഞ്ഞു. അത് തമിഴ്നാട്ടിലെ ഉണ്ടായ ഫ്ലഡ്, തെലങ്കാനയിലെ ഒക്കെ ഉണ്ടായ ഇലക്ഷൻ, അതൊക്കെ കൊണ്ട് ആയിരിക്കാം. അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, നേരത്തെ തിരക്കുമായി ബന്ധപ്പെട്ട വീഴ്ച ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചതാണ്. ഇപ്പോൾ വരുമാനം കുറഞ്ഞെന്നും അദ്ദേഹം പറയുകയാണ്. ലിമേഷ്, അതായത് 28 ദിവസത്തെ വരുമാനം പരിഗണിക്കുമ്പോൾ, അതായത് കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 28 ദിവസത്തെ വരുമാനം പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 20 കോടി രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20 കോടി 44 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായി ദേവസ്വം ബോർഡ് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത്തരത്തിൽ തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പ്രളയവും തിരഞ്ഞെടുപ്പും, അതിനുശേഷം ഭക്തർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആരും തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കാര്യമായ രീതിയിലുള്ള ഒരു കുറവുണ്ടായിട്ടുള്ളത്. അതിന് പുറമെ തന്നെ പൊതുവെ ഈ മണ്ഡലകാലത്ത് 1.5 ലക്ഷം തീർത്ഥാടകരുടെ എണ്ണമാണ് ഇത്തവണ കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ഒരു കാരണമായി ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. എങ്കിൽ കൂടി 20 കോടി രൂപയുടെ കുറവ് മണ്ഡല മകരവിളക്ക് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ ഈ മേക്കപ്പ് ചെയ്യാൻ, ഈ വർഷം 1.5 ലക്ഷം തീർത്ഥാടകരുടെ കുറവ്, വരുമാനത്തിലും കുറവുണ്ടായെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്.